കോഴിക്കോട് പൊക്കുന്നിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ജ്വല്ലറി ജീവനക്കാരനെ ബംഗാളിലെത്തി പന്തീരങ്കാവ് പോലീസ് പിടികൂടി. പശ്ചിമബംഗാൾ സ്വദേശി സാബിർ മാലിക്കിനെയാണ് പിടികൂടിയത്. കഴിഞ്ഞ മാർച്ച് 13-നാണ് പ്രതി ഡയമണ്ട് സെറ്റിംഗ് ജോലി ചെയ്യുന്ന ബിസ്മി ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 2 ലക്ഷത്തോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. പോലീസ് അന്വേഷണത്തിൽ പ്രതി പശ്ചിമബംഗാളിലേക്ക് കടന്നുകളഞ്ഞതായി മനസ്സിലാവുകയായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് അവിടെ എത്തി പ്രതിയെ പിടികൂടിയത്. മിഥില ബാലൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥില, വീണ്ടും കേരള പോലീസിന്റെ മറ്റൊരു മികവ് കൂടി പ്രകടമാവുന്നു. ഈ കേസിൽ പന്തീരാങ്കാവ് പോലീസാണ് പശ്ചിമബംഗാളിലെത്തി പ്രതിയെ പിടികൂടിയത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത്? കഴിഞ്ഞ മാർച്ച് 13-ാം തീയതിയാണ് ഈ ഒരു കേസിനാസ്പദമായ സംഭവം നടന്നത്. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജ്വല്ലറി ജീവനക്കാരൻ, ആ ജ്വല്ലറിയിലെ ഡയമണ്ട് സെറ്റ് ചെയ്യുന്ന ജോലിക്കാരനാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. ഇയാൾ ഇവിടെ നിന്നും 2 ലക്ഷത്തോളം രൂപ വരുന്ന സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളയുകയായിരുന്നു. ഈ മോഷണം നടത്തിയ ഉടൻ തന്നെ അയാളുടെ സ്ഥലമായ പശ്ചിമ ബംഗാളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പോലീസിന് ഇയാൾ അങ്ങോട്ട് പോയി എന്ന വിവരം ലഭിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ പശ്ചിമ ബംഗാളിൽ ഇയാളുടെ താമസ സ്ഥലത്ത്, അതായത് പശ്ചിമ ബംഗാളിലെ സോണ്ടാല ബർദമൻ എന്ന സ്ഥലത്താണ് ഇയാൾ താമസിക്കുന്നത്. അവിടെ വെച്ചാണ് സാബിർ മാലിക്കിനെ പോലീസ് പിടികൂടിയത്. 26 വയസ്സാണ്. ഇന്നലെ ഇവിടെ കോഴിക്കോട് എത്തിച്ചു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത്. ആ ഒരു ജ്വല്ലറിയിലെ ജോലിക്കാരൻ കൂടിയായിരുന്നു ഈ പ്രതി. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്.